നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിപാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേതനും തേ ചരിതൈസ്തുരീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുതേശാം. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദ്വാദശസ്കന്ധേ പഞ്ചമോധ്യായ. ശ്രീശുക ഉവാച. അത്രാനുവർണ്യതേ ഭീക്ഷ്ണം വിശ്വാത്മാ ഭഗവാൻ ഹരി യസ്യ പ്രസാദജോ ബ്രഹ്മാ രുദ്രാ ക്രോധസമുദ്ഭവ ത്വം തു രാജന്മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി ന ജാതഃ പ്രാഗഭൂതോദ്യ ദേഹവത്വം ന നങ്ക്ഷ്യസി ന ഭവിഷ്യസി ഭൂത്വാ ത്വം പുത്രപൗത്രാദിരൂപവാൻ ബീജാങ്കുരവൽദേഹാദേർവ്യതിരിക്തോ യഥാനലാ സ്വപ്നേ യഥാ ശിരച്ഛേദം പഞ്ചത്വാദ്യാത്മനസ്വയം യസ്മാൽ പശ്യതി ദേഹസ്യ തദാ ആത്മാ ഹ്യജോമരാം ഘടേ ഭിന്നേ യഥാകാശ ആകാശസ്യാൽ യഥാ പുരാം ഏവം ദേഹേ മൃതേ ജീവോ ബ്രഹ്മ സമ്പദ്യത്തെ പുനാം മനഃസൃജതി വൈദേഹാൻ ഗുണാൻ കർമാണി ചാത്മന തന്മനഃസൃജതേ മായാം തതോ ജീവസ്യ സംസൃതി സ്നേഹാധിഷ്ഠാനവത്യഗ്നിസംയോഗോ യാവദീയതേ തതോ ദീപസ്യ ദീപത്വമേവം ദേഹകൃതോ ഭവ രജസ്വത്തമോ വൃത്യാം ജായതേഥ വിനശ്യതി ന തത്രാത്മാ സ്വയം ജ്യോതിർയോ വ്യക്താവ്യക്തയോ പര ആകാശ ഇവ ചാധാരോ ധ്രുവോനന്ദോപമസ്തതാം ഏവമാത്മാനമാത്മസ്ഥമാത്മനൈവാമൃഷപ്രഭോ ബുദ്ധ്യാനുമാനഗർഭിണ്യാം വാസുദേവാനുചിന്തയാം ചോദിതോ വിപ്രവാക്യേന നത്വാം ധക്ഷ്യതി തക്ഷക മൃത്യുവോ നോപധക്ഷ്യന്തി മൃത്യൂനാം മൃത്യുമീശ്വരം അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷന്നാത്മാനമാത്മന്യാഥായ നിഷ്കളേ ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനനൈഃ ന ദ്രക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥഗാത്മനാം. ഏതത്തേ കഥിതം താത യഥാത്മാ പൃഷ്ടവാൻ നൃപ ഹരേർവിശ്വാത്മനശ്ചേഷ്ടാം കിം ഭൂയ ശ്രോതുമിച്ഛസി. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദ്വാദശസ്കന്ധേ മൃത്യുഭയനിവാരണനിരൂപണം നാമ പഞ്ചമോധ്യായഃ. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ബ്രഹ്മോപദേശമാണ് നമ്മൾ കേട്ടത്. ഭാഗവതം സമർപ്പിക്കാൻ പോവുകയാണ് ശ്രീ ശിവബ്രഹ്മർഷി. അനവധി സ്കന്ധങ്ങൾ, അനവധി അധ്യായങ്ങൾ, അതിലെല്ലാം ഭാഗവത തത്വം ഉപദേശിച്ചുകൊണ്ട് ആരാണ് ഞാൻ എന്നുള്ളതിൻ്റെ ആ സ്വസ്വരൂപം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ചു ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന്. പരീക്ഷിത്തിനോട് ചോദിക്കുകയാണ്, ഏതൊരു ഭഗവാന്റെ സന്തോഷത്തിൽ നിന്നാണോ സൃഷ്ടി എല്ലാം നടക്കുന്നത്, സൃഷ്ടികർത്താവായുള്ള ബ്രഹ്മാവ്, അതുപോലെ തന്നെ ആ ഭഗവാന്റെ ക്രോധത്തിൽ നിന്ന് സംഹരിക്കുന്ന രുദ്രദേവൻ ഒക്കെ ഉണ്ടായി. അങ്ങനെയുള്ള ആ ഭഗവാൻ, വിശ്വാത്മാവായിട്ടുള്ള ഭഗവാൻ ശ്രീഹരിയാണ് ഞാൻ അങ്ങയ്ക്കിതാ ഇത്ര ദിവസങ്ങളായിട്ട്, 7 ദിവസങ്ങളായിട്ട് ഭാഗവതത്തിലൂടെ വർണ്ണിച്ച് തന്നത്. അത്രാനുവർണ്ണിതേ ഭീക്ഷ്ണം വിശ്വാത്മാ ഭഗവാൻ ഹരി യസ്യ പ്രസാദജോ ബ്രഹ്മാ രുദ്രാ ക്രോധസമുദ്ഭവ. യസ്യ പ്രസാദജ, ഏതൊരുത്തൻ്റെ പ്രസാദത്തിൽ നിന്ന് ജനിച്ചവൻ, ഏതൊരുത്തൻ്റെ സന്തോഷത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് ബ്രഹ്മാവ്, അതുപോലെ ക്രോധത്തിൽ നിന്ന് ക്രോധസമുദ്ഭവ രുദ്രൻ.
ജനിച്ചുവോ? അങ്ങനെയുള്ള വിശ്വസ്വരൂപനായിട്ടുള്ള വിശ്വാത്മാ ഭഗവാൻ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഷഡ്ഗുണ പരിപൂർണനാണല്ലോ. 6 ഗുണങ്ങളാണ് ഭഗവാൻ ഉണ്ടാകുക എന്നാണ് പറയാം. അങ്ങനെ എല്ലാ ഗുണങ്ങളോടും നിറഞ്ഞവനായിട്ടുള്ള ശ്രീഹരി അത്ര അഭീക്ഷണം അനുവർണ്യതേ, ഈ ഗ്രന്ഥത്തിൽ വളരെ വിസ്തരിച്ച് ഞാനിതാ അങ്ങക്ക് വർണ്ണിച്ചു തന്നു. ഈ ബ്രഹ്മദേവനും രുദ്രദേവനൊക്കെ ഭഗവാന്റെ ഓരോരോ ഭാവങ്ങളിൽ നിന്നുണ്ടായതാണല്ലോ. സന്തോഷത്തിൽ നിന്ന് ബ്രഹ്മദേവനുണ്ടായി, ക്രോധത്തിൽ നിന്ന് രുദ്രനുണ്ടായി. അതുകൊണ്ട് അവരെല്ലാം സ്വതന്ത്രരാണ് എന്ന് വിചാരിക്കാൻ സാധിക്കില്ല. ഇതിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് അർത്ഥം. ഭഗവാനെ സംബന്ധിച്ച് എന്തും ചെയ്യാനും എന്തിനും ഉള്ള കഴിവുള്ളവനാണ് ഭഗവാൻ. സർവൈശ്വരനാണെന്നർത്ഥം. വിശ്വാത്മാവാണ്, വിശ്വത്തിൻ്റെ മുഴുവൻ ആത്മാവാണ് ഭഗവാൻ. അങ്ങനെയുള്ള ശ്രീഹരിയെയാണ് ഈ കഥയിൽ നിരന്തരം വർണ്ണിച്ചത്. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ശ്രീഹരിയെ ഉദ്ദേശിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ ഭാഗവത കഥകൾ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുന്നവർക്ക് ഭീതി ഉണ്ടാവില്ല, ഭയമുണ്ടാവില്ല എന്നർത്ഥം. ഒന്നുകൊണ്ടും പേടിക്കാനില്ല എന്നാണ് ഇവിടുത്തെ ഉപദേശം, ഈ ഗ്രന്ഥത്തിലെ ഉപദേശം. അതുകൊണ്ട് അല്ലയോ പരീക്ഷത്തെ, അങ്ങക്ക് ഇപ്പോഴും ഭയം ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അങ്ങക്ക് ഭക്തി ഉണ്ടാവുകയാണ് വേണ്ടത്. ഭക്തി ഉണ്ടായാലാണ് മനസ്സ് ശുദ്ധമായി തീരുക. ശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ടാണ് ഈ ബ്രഹ്മം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത്രയും ദിവസങ്ങളായിട്ട്, 6-7 ദിവസങ്ങളായിട്ട് അങ്ങക്ക് അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞു തന്നത്. പല കഥകളിൽ കൂടെയും പല തത്വങ്ങളിൽ കൂടെയൊക്കെ അങ്ങേക്ക് പറഞ്ഞു തന്നത് ഈ ഒരു ആശയത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങ് ഇനി തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കുമെന്ന് പേടിച്ചുകൊണ്ട് ഇനി സമയം കഴിക്കേണ്ട ആവശ്യമില്ല. ആ വിചാരം ഉപേക്ഷിക്കൂ എന്നാണ്. അങ്ങയെ ഒരു തക്ഷകനും കടിക്കില്ല, അങ്ങയെ കടിക്കാൻ സാധിക്കില്ല. അങ്ങയെ കടിക്കുന്നത് എങ്ങനെയാണെങ്കിലാണോ അങ്ങ് ശരീരമാണെന്ന് അഭിമാനിക്കുന്നവരെയാണ്. ശരീരമല്ല അങ്ങ് എന്നുറപ്പായി കഴിഞ്ഞാൽ, ആത്മാവാണ് എന്ന് അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങേക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങ് ജനിച്ചിട്ടുമില്ല, മരിക്കൂല. ഒരു കാലത്തും അങ്ങ് ഇല്ലാതാവുന്നില്ല എന്നർത്ഥം. ആത്മാവിന് നാശമില്ല എന്ന് അങ്ങക്ക് മനസ്സിലായില്ലേ? അങ്ങയുടെ ശരീരം പോയാൽ തന്നെ അങ്ങ് നശിക്കാൻ പോണില്ല. ആ ശരീരത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. അത് നല്ലപോലെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങക്ക് എന്തിനു ഭയപ്പെടണം, ആരെ ഭയപ്പെടണം? ത്വന്തു രാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി ന ജാത പ്രാഗഭൂതോദ്യം ദേഹവത്വം നങ്ഷസി. അല്ലയോ പരീക്ഷിത്തെ, ത്വന്തു മരിഷ്യേതി ഇമാം പശുബുദ്ധി, അങ്ങ് മരിക്കും എന്നുള്ളത് ഒരു പശുബുദ്ധിയാണ്. പശുബുദ്ധി എന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്ത ബുദ്ധി എന്നർത്ഥം. വേണ്ട വിധത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്തവർക്കാണ് പശുബുദ്ധി എന്ന് പറയുക. അത് അങ്ങേക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു എങ്കിൽ അതെല്ലാം ഇപ്പോൾ ഇല്ലാതായില്ലേ? ഇനി എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ജഹി, അതിനെ ഉപേക്ഷിക്കൂ എന്നാണ്. ത്വം പ്രാഗഭൂത ച ദേഹവൽ, അങ്ങ് ദേഹമല്ല എന്ന് മനസ്സിലാക്കൂ. ദേഹമാണെങ്കിൽ പണ്ടില്ലാത്തവനാണ്, പിന്നീട് ഉണ്ടായതാണ്, അത് നശിച്ചു പോകും. ഉണ്ടായതെല്ലാം നശിച്ചു പോകുമെന്നർത്ഥം. പക്ഷേ അങ്ങ് ആത്മാവാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ജനിച്ചിട്ടില്ല. ന ജാത, അതുകൊണ്ട് അദ്യ ന നങ്ഷ്യസി, നശിക്കില്ല. അങ്ങ് ജനിച്ചിട്ടുമില്ല, അതിൻ്റെ ഫലമായിട്ട് അങ്ങ് നശിക്കൂല. ജനിച്ചവനല്ലേ നശിക്കുള്ളൂ. ആത്മാവിന് ജനനമില്ല, മരണമില്ല, എന്നും നിലനിൽക്കുന്ന വസ്തുവാണ് ആത്മാവ്. അതുകൊണ്ട് അങ്ങനെ മരിക്കുമെന്നുള്ള വിചാരത്തെ വിട്ടുകളയൂ. ദേഹത്തെയും ആത്മാവിനെയൊക്കെ വേർതിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ മരിക്കുമെന്നുള്ള തോന്നലുണ്ടാകുന്നത്. എല്ലാവർക്കും അതാണ് പ്രശ്നം. എത്ര പറഞ്ഞു തന്നാലും പലപ്പോഴും മനസ്സിലായി എന്ന് തോന്നുമെങ്കിലും നമ്മളൊക്കെ തെറ്റിദ്ധരിക്കും. ചില സന്ദർഭങ്ങളിൽ ഞാൻ മരിച്ചുല്ലോ, എനിക്ക് ദുഃഖം ഉണ്ടാവണമല്ലോ, എനിക്ക് വിഷമങ്ങളുണ്ടാവണമല്ലോ എന്ന് നമ്മൾ പലപ്പോഴും ദുഃഖിക്കാറില്ലേ? യഥാർത്ഥമായിട്ട് നമുക്ക് ദുഃഖം
ദുഃഖമില്ല എന്നർത്ഥം, ദുഃഖിക്കേണ്ട കാര്യമില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. നമ്മുടെ ആത്മാവ് എന്നും നിലനിൽക്കുന്നതാണ്. പിന്നെ ദേഹം പിന്നെ ഒരു ദേഹം പോയി കഴിഞ്ഞാൽ അടുത്ത ദേഹം നമുക്ക് കിട്ടാൻ പോണു. പിന്നെ എന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടണത്? എന്തിനാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണത്? ഉണ്ടായ വസ്തുക്കളെല്ലാം നശിക്കില്ലേ? ഈ ദേഹവും നശിച്ചു പോകും. അതുകൊണ്ട് പരീക്ഷത്തെ, അങ്ങ് ഈ ദേഹം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ളവനാണ്. അതുകൊണ്ട് ഈ ദേഹം നശിക്കുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങ് നശിക്കണില്ല എന്ന് മനസ്സിലാക്കൂ. ഈ ഒരു വിത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാകുന്നത് പോലെ അങ്ങ് ശരീരമായിട്ട് ജനിച്ചിട്ട് പുത്രപൗത്ര പരമ്പരയിലൂടെ വളരാനൊന്നും പോണില്ല. അഗ്നി എങ്ങനെയാണോ വിറകിൽ നിന്ന് വേറെ ആയിട്ടിരിക്കുന്നത്, അതേപോലെ അങ്ങ് ശരീരത്തിൽ നിന്നും വേറെയായിട്ട് ആണ്. അതാണ് അവസ്ഥ. അഗ്നി വിറകിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കും. വിറകും അഗ്നി ഒന്നല്ല എന്നർത്ഥം. വിറകിൽ ഒളിഞ്ഞിരിക്കുകയാണ് അഗ്നി. വിറക് കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി വിറകിൽ പ്രകാശിക്കണു എന്ന് അതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് യാതൊരു വിധത്തിലും അങ്ങ് ഭയപ്പെടേണ്ടതില്ല എന്നാണ്. ആത്മാവിന് ജനനമരണങ്ങളില്ല, ദേഹത്തിന് മാത്രമാണ് ഈ ഉൽപ്പത്തിയും നാശവും എന്നുള്ള കാര്യം ദൃഷ്ടാന്തപൂർവം കൊണ്ട് ഉറപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. എപ്രകാരമാണോ ഒരു വിത്തിൽ നിന്ന് മുളയുണ്ടാകുന്നത്, പിന്നെ അതിൽ നിന്ന് പുഷ്പങ്ങളുണ്ടാകുന്നു, ഫലങ്ങളുണ്ടാകുന്നു, വീണ്ടും വിത്തുണ്ടാകുന്നു, അങ്ങനെ ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കുന്നു ആ വൃക്ഷം. ഉണ്ടായിക്കൊണ്ടിരിക്കണു, നശിക്കണു, വീണ്ടും ഉണ്ടാകുന്നു, വീണ്ടും നശിക്കണു. ഇങ്ങനെ ഒരുത്തൻ പുത്രരൂപേണ ജനിക്കണു, പിന്നെ മരിക്കണു, അവൻ്റെ പുത്രനിൽ നിന്ന് പൗത്രരൂപേണ വീണ്ടും ജനിക്കണു എന്നൊക്കെയാണല്ലോ വേദത്തിൽ പറയുന്നത്. മാതാവിൻ്റെയും പിതാവിൻ്റെയൊക്കെ ശരീരത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്നൊക്കെ ജനിച്ചിരിക്കണു. ആ ആത്മാവ് തന്നെയാണ് പുത്രൻ എന്നുള്ള പേരെടുത്ത് വന്നിരിക്കുന്നത്. എന്നിട്ട് നീ ഇത്രയും സംവത്സരം ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആണല്ലോ ഉൽപ്പത്തി ഉണ്ടാവുക. ആ ഉൽപ്പത്തി സ്ഥാനത്ത് നമ്മൾ ചെയ്യുന്ന ജാതകർമ്മത്തിലൊക്കെ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഉൽപ്പത്തി സ്ഥാനം ഇങ്ങനെ ആവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ ജനനം മരണം ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിനാണല്ലോ. അങ്ങനെ ജനനമരണങ്ങൾ യഥാർത്ഥമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ആത്മാവാണ് നാം, ആത്മാവാണ് ഞാനെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ദേഹത്തിൻ്റെ നാശവും ഉൽപ്പത്തിയൊന്നും നമ്മളെ ബാധിക്കണില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങ് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് പറയാം. ദേഹത്തിൽ നിന്ന് ദേഹമുണ്ടാകുന്നു എന്നല്ലാതെ ആത്മാവ് ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കൂ. ഒരു ദേഹം പോയി കഴിഞ്ഞാൽ വേറൊരു ദേഹം കിട്ടുമെന്നല്ലാതെ ആത്മാവ് നശിക്കണില്ല. ആത്മാവ് നശിച്ചിട്ട് വേറൊരു ആത്മാവ് ഉണ്ടാവില്ല ചെയ്യണത്. അതുകൊണ്ട് ഈ പുത്രപൗത്രാദി സ്വരൂപമൊക്കെ യഥാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങയുടെ സ്വരൂപമൊന്നുമല്ല. ശരീരം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ആയിരിക്കാമെന്നല്ലാതെ ആത്മാവിന് അങ്ങനെയൊന്നുമില്ല. ഈ ബീജം ഉണ്ടാകുന്നു, വീണ്ടും മുളയ്ക്കുന്നു, അത് വൃക്ഷം വലുതാകുന്നു, വീണ്ടും നശിക്കുന്നു എന്നുള്ളതൊക്കെ ശരീരത്തിന് ബാധിക്കുന്ന വിഷയമാണ്, ആത്മാവിനുള്ളതല്ല അർത്ഥം. അപ്പോൾ ആത്മസ്വരൂപനായിട്ടുള്ള അങ്ങ് ഈ ദേഹത്തിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ്, ദേഹത്തിൽ നിന്നൊക്കെ വേറിട്ടിരിക്കുന്നവനാണ്. എപ്രകാരമാണോ അഗ്നി വിറകിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത്, അതുപോലെ ആത്മാവ് ശരീരങ്ങളിൽ നിന്നൊക്കെ ഭിന്നമാണ് എന്ന് മനസ്സിലാക്കൂ. നമുക്ക് ചിലപ്പോൾ ഈ സ്വപ്നം കാണുന്ന സമയത്തൊക്കെ നമ്മുടെ തല മുറിഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ സ്വപ്നം കണ്ടു എന്ന് വരാം. താൻ മരിച്ചുപോയി എന്നൊക്കെ നമ്മൾക്ക് തോന്നാറുണ്ടല്ലോ ചില സ്വപ്നങ്ങളിലൊക്കെ. പക്ഷേ ഉണർന്നു കഴിഞ്ഞാലോ ആ സ്വപ്നത്തിൽ നമ്മൾ കണ്ട ആ മരണാവസ്ഥ തനിക്കൊന്നും ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ മരിക്കൊന്നുമില്ല അങ്ങനെ. എന്താ അതിന് കാരണം എന്നാണെങ്കിൽ ഈ സ്വപ്നത്തിലെ ശരീരമെല്ലാം
സ്വപ്നത്തിൽ കാണുന്ന ശരീരമല്ല നമുക്കുള്ളത്. സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറിഞ്ഞ ഒരു അറിവാണ് അത്. യഥാർത്ഥമായിട്ടുള്ള അറിവല്ല എന്നർത്ഥം. ഈ ഉണർന്നിരിക്കുമ്പോൾ ഉള്ള ശരീരത്തെ അറിയുന്ന ആത്മാവാണ് അങ്ങയുടെ ആത്മാവ്. ഈ ശരീരം നശിക്കുമ്പോഴും ആത്മാവായ അങ്ങയ്ക്ക് നാശമില്ല എന്ന് അങ്ങയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മാവായിട്ടുള്ള അങ്ങ് ജനനവും മരണവും ഒന്നും ഇല്ലാത്തവനാണ് എന്ന് മനസ്സിലാക്കൂ എന്ന് വീണ്ടും ഒന്ന് ഉറപ്പിച്ച് പറയാണ്. സ്വപ്നേയഥാ ശിരച്ഛേദം പഞ്ചത്വാദ്യാത്മനസ്വയം യസ്മാൽ പശ്യതി ദേഹസ്യ തഥ ആത്മാ ഹ്യജോമരാം. സ്വപ്നത്തിൽ ആത്മനശിരച്ഛേദം, ആത്മാവിൻ്റെ, അതായത് സ്വന്തം ശരീരത്തിൻ്റെ, ഇവിടെ ആത്മാവെന്ന് പറഞ്ഞ ശരീരത്തിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, അതിൻ്റെ ശിരസ്സിനെ ഛേദിക്കുന്നതായിട്ട് യഥാപശ്യതി നമ്മൾ കാണാറുണ്ടല്ലോ. പക്ഷേ അപ്രകാരം ആത്മന പഞ്ചത്വാദി യസ്മാൽ പശ്യതി, അതുപോലെ ശരീരത്തിൻ്റെ ഒരു മരണം മുതലായിട്ടുള്ള ഒന്ന് കാണുന്നു എന്നുള്ളത് തഥ ദേഹസ്യ കാണുന്നു പോകുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദേഹത്തിനാണ് ആ മരണമെന്നും ആത്മാ അജ അമര, ആത്മാവ് അജനാണെന്നും ജനിക്കാത്തവനാണെന്നും അമരനാണെന്നും മരിക്കാത്തതാണെന്നും മനസ്സിലാക്കണം. അപ്പോൾ സ്വപ്നത്തിൽ കാണുന്ന ശിരസ് ഛേദിച്ചു പോകുന്ന അവസ്ഥയൊന്നും യഥാർത്ഥമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നർത്ഥം. ജാഗ്രതയിൽ നമുക്ക് ഈ ശരീരം നിശ്ചിതമായിട്ട് കാണാം, ആത്മാവ് നിശ്ചിതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നർത്ഥം. ഇപ്പോൾ ജന്മം, ജനിക്കുക, മരിക്കുക മുതലായിട്ടുള്ള വികാരങ്ങളൊക്കെ ദേഹത്തിൻ്റെ ധർമ്മങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ആത്മാവിന് അങ്ങനെയുള്ള അവസ്ഥയില്ല, ജനിക്കാത്തതും മരിക്കാത്തതുമാണ് ആത്മാവ് എന്ന് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണ്, ഒരു കുടം, ആ കുടത്തിൻ്റെ ഉള്ളിൽ ആകാശമുണ്ടല്ലോ, അതിനെ ഘടാകാശം എന്ന് പറയും. ആ കുടം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ഘടാകാശം മഹാകാശമായി തീരില്ലേ, സാധാരണ ആകാശമായി ലയിച്ചു ചേരില്ലേ. അതുപോലെ ശരീരം നശിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഉണ്ടെന്ന് തോന്നുന്ന ജീവൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തോട് ഏകീകരിച്ച് ഒന്നായിത്തീരും. കുടമുണ്ടായിരുന്ന സമയത്ത് കുടത്തിനുള്ളിൽ ആകാശം ഉണ്ടായി എന്ന് നമുക്ക് പറയാം, ഉണ്ടായിരുന്നു എന്ന് പറയാം. അതൊരു തോന്നലാണ്. കുടമുടഞ്ഞപ്പോൾ ആ തോന്നൽ മാറി എങ്ങും നിറഞ്ഞ ആകാശം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെയാണ് ശരീരത്തിൻ്റെ അവസ്ഥ. ശരീരമുള്ളപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന ആത്മാവ് വേറെയാണ് എന്ന് നമുക്ക് തോന്നുകയാണ്. ആ ശരീരത്തിനുള്ളിലെ ജീവൻ ആണ് ആത്മാവ്, തൻ്റെ ആത്മാവ് എന്നൊരു തോന്നലുണ്ടാകുകയാണ്. ശരീരം നശിച്ചാലോ ആ തോന്നലൊക്കെ മാറി ബ്രഹ്മം മാത്രമാണ്, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം മാത്രമാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ആത്മാവ് പ്രപഞ്ചാത്മാവുമായിട്ട് ലയിച്ചു ചേരും. ലയിച്ചു ചേർന്നതായിട്ട് നമുക്ക് തോന്നും എന്നർത്ഥം. ഘടേ ഭിന്നേ യഥാകാശ ആകാശസ്യ യഥാ പുരാം ഏവം ദേഹേ മൃതേ ജീവോ ബ്രഹ്മ സമ്പദ്യതേ പുനാം. ഘടേ ഭിന്നേ, ഘടം ഭിന്നമായപ്പോൾ, ഘടം മുറിഞ്ഞ് കഷ്ണമായപ്പോൾ, ആകാശ യഥാ പുരാം, അതിനുള്ളിൽ ആകാശം മുമ്പത്തെ പോലെ ആകാശമായിട്ട് ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, മുമ്പത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടമുണ്ടാകുന്നതിന് മുമ്പുള്ള ആകാശത്തെ പോലെ ആയിത്തീർന്നു. അതുപോലെ ഏവം ദേഹേ മൃതേ, ഇപ്രകാരം ദേഹം നശിച്ചു കഴിഞ്ഞാൽ ജീവ പുനഃബ്രഹ്മ സമ്പദ്യതേ, ജീവൻ, ആ ജീവാത്മാവ് ഈ പരമാത്മാവായിട്ട് പരബ്രഹ്മമായിട്ട് ഭവിക്കുന്നു. പിന്നെ ഇതെല്ലാം സൃഷ്ടിക്കുന്നത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കണമെന്നാണ്. ജീവൻ ഓരോരോ ഗുണങ്ങളെയും കർമ്മങ്ങളെയൊക്കെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ മനസ്സുകൊണ്ടാണ്. മനസ്സിനെ സൃഷ്ടിക്കുന്നത് മായയാണേനും, ഭഗവാന്റെ മായയാണ്. ആ മനസ്സിനോടുള്ള ഒരു
തന്മയീഭാവം കൊണ്ടാണ് ജീവന് ജനനമരണ സ്വരൂപേണയുള്ളൊരു സംസാരം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. മനഃസൃജത വൈ ദേഹാൻ ഗുണാൻ കർമാണി ചാത്മന തന്മനഃസൃജതയുമായ തതോ ജീവസ്യ സംസൃതി എന്നാണ് പറയുന്നത്. ആത്മന ദേഹാൻ ഗുണാൻ കർമാണി, ഈ ദേഹങ്ങളെയും അതിൻ്റെ ഗുണങ്ങളെയും സത്വരജതമോ ഗുണങ്ങളെയും കർമ്മങ്ങളെയും മനഃസൃജതി, മനസ്സ് സൃഷ്ടിക്കുന്നതാണ്. മനസ്സിൻ്റെ സങ്കല്പത്താൽ ഉണ്ടാകുന്നതാണ് ഇതെല്ലാം. ആ മനസ്സാണെങ്കിലോ മായാസൃജതയെ, മായയാണ് ഈ മനസ്സിനെ സൃഷ്ടിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ജീവസ്യ സംസ്കൃതി, ജീവന് സംസാര അനുഭവം ഉണ്ടാകുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ ആത്മാവിനുള്ള എല്ലാ ഗുണങ്ങളും ആത്മാവ് ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഈ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ് ആത്മാവിന് ശരീരത്തിനോട് കൂടിയിട്ടുള്ള ബന്ധമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. മനസ്സിനെ അങ്ങനെ തോന്നാൻ കാരണം ഭഗവാന്റെ മായയാണ് എന്നർത്ഥം. ഭഗവാന്റെ മായ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഒരിക്കലും ആത്മാവിന് ശരീരമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് ഉറപ്പിക്കാൻ സാധിക്കണില്ല എന്നുള്ളതാണ്. വിളക്കിൽ എണ്ണയും തിരിയൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട പോലെ അഗ്നി പകർന്നു കൊടുത്താൽ വിളക്ക് ജ്വലിക്കും, അല്ലേ? ആ വിളക്ക് ജ്വലിച്ചു നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് വിളക്കിൻ്റെ നാളത്തെ കാണാനായിട്ട് കഴിയും. എണ്ണയും തിരിയൊക്കെ തീർന്നാലോ ആ വിളക്ക് കെട്ടുപോകും. അതിലെ നാളം നമുക്ക് കാണാൻ സാധിക്കാത്ത അവസ്ഥയിലായി തീരും. അതുപോലെയാണ് മനസ്സിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. മനസ്സിലെ എല്ലാ ഗുണങ്ങളും വികസിച്ച് നിൽക്കുമ്പോൾ ആത്മാവ് ജീവസ്വരൂപേണ പ്രകടമായിത്തീരുന്നു, ജീവാത്മാവായിട്ട് നമുക്ക് അനുഭവത്തിൽ വരുന്നു. ആ ഗുണങ്ങളൊക്കെ തീർന്നു പോയാൽ എണ്ണ തീർന്ന വിളക്കിനെ പോലെ ആവില്ലേ? ജീവൻ കാണാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്കാവും, നിർഗുണ ബ്രഹ്മത്തിൽ അങ്ങ് ലയിച്ചു ചേരും എന്നർത്ഥം. വിളക്ക് കൊളുത്തുമ്പോൾ അഗ്നി ഉണ്ടാവുകയോ വിളക്ക് കെട്ടാൽ അഗ്നി ഇല്ലാതാവുകയോ ചെയ്യണില്ല. അഗ്നി അവിടെ എപ്പോഴും ഉണ്ട്. വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ അഗ്നി കൊണ്ട് പ്രകാശിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വസ്തുക്കളെ എണ്ണയും തിരിയൊക്കെ നമ്മൾ പ്രകാശിപ്പിക്കണമെന്നല്ലാതെ അഗ്നി അവിടെ ഉണ്ടാകണില്ല, അഗ്നി ഇല്ലാതാവണമില്ല. എണ്ണയും തിരിയും ഉള്ളിടത്തോളം കാലം, നിലനിൽക്കുന്നിടത്തോളം കാലം അഗ്നി നമുക്ക് ഒരു നാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. എണ്ണയും തിരിയും തീർന്നാലോ ആ വിളക്ക് എന്നുള്ളൊരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കാതായി തീരും. അഗ്നിയെ കാണാൻ സാധിക്കില്ല. അപ്പോൾ അഗ്നി സ്വന്തം രൂപത്തിൽ നിലനിൽക്കണം. സ്വന്തം രൂപം എന്ന് പറഞ്ഞാൽ കാണാൻ വയ്യാത്ത രൂപമാണ് അഗ്നിയുടെ. മനസ്സിലെ സത്വരജതമോ ഗുണങ്ങളെ വികസിക്കുമ്പോൾ ആത്മാവിനെ നമ്മൾ അനുഭവിക്കണം, ജീവനായിട്ട് മനസ്സിലാക്കണം, ജീവനായിട്ട് പ്രകടമായി തീരുന്നു. ഈ ത്രിഗുണങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞാൽ ആ പ്രകടഭാവമൊക്കെ നീങ്ങി ആത്മാവ് തൻ്റെ യഥാർത്ഥമായിട്ടുള്ള രൂപം എന്താ? കാണാൻ പറ്റാത്ത രൂപം, പരബ്രഹ്മസ്വരൂപം, അങ്ങനെയായിട്ട് അവശേഷിക്കണമെന്നർത്ഥം. ആ ഉദാഹരണത്തിൽ നമുക്ക് ആ കാര്യത്തിൻ്റെ രഹസ്യം പിടികിട്ടിയെന്ന് വിചാരിക്കണം. സ്നേഹാധിഷ്ഠാനവർത്യഗ്നി സംയോഗ. സ്നേഹം എന്ന് പറഞ്ഞാൽ എണ്ണയാണ്. എണ്ണ, അതിൻ്റെ അധിഷ്ഠാനമായിട്ടുള്ള വിളക്ക്, പിന്നെ തിരി, അഗ്നി, ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് യാവത് ഈയതേ, അത് കൂടിച്ചേർന്ന് എത്രത്തോളം കാലം നിലനിൽക്കുന്നുണ്ടോ തഥാ, അപ്പോൾ നമുക്ക് ദീപം ഉണ്ട്, ദീപത്വം അനുഭവപ്പെടും. ദീപഭാവം എന്നർത്ഥം, ദീപത്വം. വിളക്കുണ്ട്, വിളക്കിൻ്റെ ആ മഹത്വം നമുക്ക് അനുഭവപ്പെടും. അതേപോലെയാണ് ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഏവം ദേഹകൃത ഭവ, ദേഹത്താൽ ഉണ്ടാക്കപ്പെടുന്നതാണ് ഈ സംസാരം എന്നുള്ളതുകൊണ്ട് രജസ് സത്വം തമോ വൃത്യ, രജസ്സും സത്വവും തമസ്സും അവയുടെ വ്യാപാരങ്ങളെ കൊണ്ട് ജായതയെ ഉണ്ടാകുന്നു, അഥ നശ്യതി, പിന്നില്ലാതാവുന്നു.
അപ്പോൾ എത്രത്തോളം കാലം ഈ ദീപം, തിരി, അഗ്നി ഇതെല്ലാം യോജിച്ചിരിക്കുമ്പോൾ അത്രത്തോളം സമയം നമുക്ക് ആ ദീപത്തിനെ, ആ ദീപം കത്തുന്നതായിട്ട് നമുക്ക് തോന്നും. അതുപോലെയാണ് ദേഹം ഇന്ദ്രിയങ്ങളെ മുതലായവയുടെ സംബന്ധം ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ സംസാരം ഉള്ളതായിട്ട് തോന്നുന്നു, നമ്മുടെ ശരീരം നിലനിൽക്കുന്നതായിട്ട് തോന്നുന്നു. അതിൻ്റെ കൂടെ സത്വരജ തമോ ഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. പിന്നീട് അത് നശിച്ചു പോവുകയും ചെയ്യുന്നു എന്നർത്ഥം. ന തത്രാത്മാ സ്വയം ജ്യോതിർയോ വ്യക്താവ്യക്തയോ പര ആകാശ ഇവ ചാധാരോ ധ്രുവോനന്തോപമസ്തതാ. പറയാണ്, ഈ ആത്മാവ് ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്വയം പ്രകാശസ്വരൂപിയാണ്, എല്ലാത്തിനും അതീതനാണ്. സ്ഥൂലത്തിനും സൂക്ഷ്മമായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും അതീതമാണ് ഈ ആത്മാവ്. സ്ഥൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ഈ പ്രപഞ്ചം, ഈ ലോകം നമ്മൾ കാണുന്നില്ലേ, അതാണ് സ്ഥൂലപ്രപഞ്ചം. നേരെ മറിച്ച് അനുഭവത്തിൽ കാണുന്നില്ലേ, സ്വപ്നാവസ്ഥയിലൊക്കെ നമ്മൾ കാണുന്നതാണ് സൂക്ഷ്മമായിട്ടുള്ള പ്രപഞ്ചം, പ്രപഞ്ചം. അപ്പോൾ ഈ രണ്ടിനും, സ്ഥൂലപ്രപഞ്ചത്തിനും സൂക്ഷ്മപ്രപഞ്ചത്തിനും ആശ്രയമാണ്, ആധാരമാണ് ആത്മാവ് എന്നർത്ഥം. ശാശ്വതമായിട്ടുള്ള അവസ്ഥയാണ് ആത്മാവിനുള്ളത്. അവസാനം എന്നുള്ളത് ആത്മാവിനില്ല. ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്തതാണെന്ന് അർത്ഥം ആത്മാവിൻ്റെ അവസ്ഥ. ജ്യോതിസ് നശിക്കാത്തതുപോലെ ആത്മാവും നശിക്കണില്ല എന്ന് മനസ്സിലാക്കണം. എല്ലാത്തിനും ആധാരമായിട്ടിരിക്കുന്നത് ആത്മാവാണ്. സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള എല്ലാ പ്രപഞ്ച വസ്തുക്കൾക്കും, ശരീരാദികൾക്കൊക്കെ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നു, വികാരമില്ലാതിരിക്കുന്നു, എങ്ങും നിറഞ്ഞു നിൽക്കുന്നു, സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ദിക്ക്, ദേശം, കാലം ഇതൊന്നും ആത്മാവിനെ ബാധിക്കണില്ല എന്നർത്ഥം. അപ്പോൾ ആത്മാവിനോട് ഉപമിക്കാനായിട്ട് വേറെ വസ്തുക്കൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കണം. ഏവം ആത്മാനമാത്മസ്ഥമാത്മനൈവാമൃഷ പ്രഭോ ഉദ്ധ്യാനുമായ ഗർഭിണ്യ വാസുദേവാനുചിന്തയാം. അങ്ങനെ സത്യസ്വരൂപനായിട്ടുള്ള ആത്മാവിനെ, ആ ആത്മാവ് തന്നെയാണ് ശ്രീ വാസുദേവൻ, ശ്രീഹരി എന്ന് മനസ്സിലാക്കണം എന്നാണ്. ആ ശ്രീഹരിയെ ബുദ്ധി കൊണ്ട് വിചാരം ചെയ്ത് സാക്ഷാത്കരിച്ചാൽ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെന്താണോ കാണുന്നത് അത് ദൃശ്യവസ്തുവാണ്, അത് ശരീരമാണ് എങ്കിൽ ആരാണ് കാണുന്നത്? അതാണ് ആത്മാവ്, ദ്രഷ്ടാവ്. കാണുന്നവൻ ദ്രഷ്ടാവ്, കാണുന്നത് ദൃശ്യവസ്തു. അപ്പോൾ ആത്മാവിനെ കൊണ്ട് നമ്മൾ ശരീരത്തെ കാണുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഒരിക്കലും കാണുന്നവനും കാണുന്ന വസ്തുവും കാണപ്പെടുന്ന വസ്തുവും ഒന്നാവില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ കാണുകയാണെങ്കിൽ ആ വസ്തുവും നമ്മൾ ഒന്നാവില്ല. അതേപോലെയാണ് ഇവിടുത്തെ അവസ്ഥ. ദൃശ്യമായിട്ടുള്ള ശരീരത്തിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും ദ്രഷ്ടാവായിട്ടുള്ള ആത്മാവ്. ഘടത്തിനെ കാണുകയാണെങ്കിൽ ആ കാണുന്നവനാണല്ലോ ദ്രഷ്ടാവ്. ആ കാണുന്നവൻ ഘടത്തിൽ നിന്ന് ഭിന്നനായിരിക്കും. ദ്രഷ്ടാവായിട്ടുള്ള ആത്മാവ് ദൃശ്യമായിട്ടുള്ള ശരീരത്തെ വേറെയായിട്ട് കാണണം, പക്ഷെ കാണാറില്ല. താനായിട്ട് അഭിമാനിക്കുക ചെയ്യുക പലപ്പോഴും. ആത്മാവിൻ്റെ ഒരു അവസ്ഥ അതാണ്. ആത്മാവ് ശരീരത്തിലിരിക്കുമ്പോൾ അജ്ഞത മൂലം നമുക്ക് തോന്നുകയാണ് നമ്മളാണ് ആത്മാവ് എന്ന്. ജനനം മരണമൊക്കെ നമുക്ക് ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആത്മാവിനെയും ബാധിക്കും എന്ന് നമ്മൾ അവിവേകം കൊണ്ട് ധരിക്കണം. ആ ഒരു അവിവേകത്വമാണ് സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ കാണുന്ന വസ്തു നശിച്ചു കഴിഞ്ഞാൽ കാണുന്ന ആൾ നശിക്കില്ലല്ലോ. നമ്മളൊരു വസ്തുവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തു നശിക്കണു, അതുകൊണ്ട് നമ്മൾ നശിക്കില്ലല്ലോ. അതേപോലെയാണ് ഇവിടുത്തെ അവസ്ഥ. ദ്രഷ്ടാവായിട്ടുള്ള ആത്മാവ് ദൃശ്യമായിട്ട് ശരീരം നശിക്കുന്ന സമയത്ത് ആത്മാവിനെ ഒന്നും ബാധിക്കണില്ല.
നല്ലപോലെ ആലോചിച്ച് മനസ്സിലുറപ്പിക്കേണ്ട ഒരു കാര്യമാണിത്. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മസ്വരൂപനായിട്ടിരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു അനുഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക? ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കണം. ഭഗവാനിലുള്ള ഭക്തി സഹായിക്കും ഇതിനെന്നർത്ഥം. അങ്ങിപ്പോൾ 7 ദിവസമായിട്ടില്ലേ ഭാഗവത ശ്രവണം കൊണ്ട് വളരെയധികം പൂർണ്ണമായി തീർന്നിരിക്കുന്നു, ധന്യനായിരിക്കുന്നു, ആത്മസ്വരൂപനായിട്ട് മാറിയിരിക്കുന്നു. അങ്ങ് ആത്മസ്വരൂപത്തെ സ്പർശിക്കുന്ന ഏതൊരു വസ്തുവും ആത്മാവായി തീരുന്ന പറയാം. അവരെ സംബന്ധിച്ച് വേറെ വസ്തു അങ്ങനെയില്ല, എല്ലാം ആത്മാവാണ്. എപ്രകാരമാണോ ഒരു സമുദ്രത്തിനെ സ്പർശിക്കുന്ന നദികൾ, ആ നദികളുടെ വ്യക്തിത്വമൊക്കെ നഷ്ടപ്പെട്ട് സമുദ്രമായി തീരുന്ന പോലെ, സമുദ്രത്തിൽ ഒഴുകി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നദികൾക്ക് സ്ഥാനമില്ല, നദികൾക്ക് നിലനിൽപ്പില്ല. അതുപോലെ അങ്ങയെ സ്പർശിക്കുന്ന സമയത്ത് തക്ഷകനല്ലാതായിത്തീരും. തക്ഷകൻ ശരീരം കൊണ്ടാണ് അങ്ങയെ സ്പർശിക്കുന്നത്. ആ തക്ഷകൻ ഇല്ലാതായിത്തീരും, ആത്മാവായിട്ട് മാറുന്നർത്ഥം. അങ്ങയുടെ ശരീരത്തെ മൃത്യുദേവത സ്പർശിക്കുന്ന സമയത്ത് അങ്ങയുടെ ആ ദേഹത്വം എല്ലാം നഷ്ടപ്പെട്ട് അങ്ങ് ആത്മാവായിത്തീരും. അപ്പോൾ അങ്ങ് മൃത്യുവിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആത്മാവായിത്തീരും. മൃത്യുവിന് പോലും മൃത്യുവായിട്ടുള്ള ആത്മാവായിത്തീരും എന്നർത്ഥം. അതുകൊണ്ട് അങ്ങ് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതായിട്ടില്ല, വിഷമിക്കേണ്ടതായിട്ടില്ല. ചോദിതോ വിപ്രവാക്യേന നത്വം ധക്ഷതി തക്ഷകാം മൃത്യവോ നോപതക്ഷന്തി മൃത്യൂനാം മൃത്യുമീശ്വരം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ദേഹത്തിനെയും ആത്മാവിനെയും മനസ്സിലാക്കണം എന്നർത്ഥം. അതെല്ലാം മനസ്സിലായിക്കഴിഞ്ഞാൽ അങ്ങിപ്പോൾ പരമാത്മഭൂതനായി തീർന്നിരിക്കണു, പരമാത്മസ്വരൂപനായിരിക്കണു. അങ്ങേ ഒരിക്കലും ബ്രാഹ്മണശാപം ബാധിക്കില്ല. ബ്രാഹ്മണശാപത്താൽ ഉണ്ടായതാണല്ലോ തക്ഷക ദംശനം. ആ തക്ഷക ദംശനം ഉണ്ടായാലും അങ്ങേ നശിപ്പിക്കില്ല എന്നർത്ഥം എന്നുറക്കുകയാണ് വേണ്ടത്. എല്ലാ വസ്തുക്കളെയും നശിപ്പിക്കുന്ന കാലത്തിനെ പോലും നിയന്ത്രിക്കുന്ന ഈശ്വരനെ ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ പരമാത്മാവായിട്ടുള്ള ഈശ്വരനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ആ പരമാത്മാവും ഈശ്വരനും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കൂ. അഹം ബ്രഹ്മപരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷന്നാത്മാനമാത്മന്യാധായ നിഷ്കളേ ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനിനൈ ന ദക്ഷിച്ച് ശരീരം ച വിശ്വം ച പൃഥഗാത്മനാം. അഹം ബ്രഹ്മ, ഞാൻ പരമമായിട്ടുള്ള ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കണം. ആ പരമോത്കൃഷ്ടമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന് ബോധിച്ച് മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുകയാണ് വേണ്ടത്. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വിഷം വമിപ്പിക്കുന്ന ഫണങ്ങളെ കൊണ്ട് അങ്ങേ കൊത്തുന്ന തക്ഷകനായാലും ശരി, ഈ ശരീരത്തെ അല്ലാതെ ഈ പ്രപഞ്ചത്തെ പോലും അങ്ങ് ആത്മാവായി തന്നിൽ നിന്ന് വേറെയായിട്ട് കാണില്ല. ബ്രഹ്മം തന്നെ ഞാൻ എന്ന ബോധത്തിൽ മനസ്സുറപ്പിക്കാൻ കഴിഞ്ഞാൽ ആത്മാവായി തന്നിൽ നിന്ന് അന്യമായിട്ട് ഒരു ശരീരമുണ്ട് എന്ന് അങ്ങേക്ക് തോന്നില്ല എന്നർത്ഥം. തക്ഷകനോ ശരീരമോ പ്രപഞ്ചമോ ഒന്നുമില്ല എന്ന് അങ്ങേക്ക് തോന്നും. തിരമാലകളെ എങ്ങനെയാണോ സമുദ്രത്തിൽ നിന്ന് ഭിന്നങ്ങളല്ലയോ, അതായത് സമുദ്രം തന്നെയാണോ തിരമാല, സമുദ്രത്തിലെ ജലം തന്നെയാണല്ലോ തിരമാലയായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് സച്ചിദാനന്ദ സമുദ്രത്തിലെ തിരമാലകളാണ് നമ്മളെന്നർത്ഥം. തക്ഷകനും പരീക്ഷത്തും ഒക്കെ ഈ പ്രപഞ്ചം എന്ന പരീക്ഷത്തും ഈ പ്രപഞ്ചവും ഒക്കെ എല്ലാം ഭഗവാനിൻ്റെ നിന്നുണ്ടായതാണ്. സമുദ്രത്തിലെ തിരമാലകൾക്ക് തുല്യമാണ് നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മുടെയും തക്ഷകൻ്റെയും പരീക്ഷത്തിൻ്റെയും എല്ലാവരുടെയും പരസ്പരം അടിച്ചാൽ അടികൊള്ളുന്ന തിരമാലയും പരസ്പരം അടിക്കുന്ന തിരമാലയും
എല്ലാം സമുദ്രത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്ന് തന്നെയാണ് അർത്ഥം. പരമാത്മാവിൻ്റെ ദൃഷ്ടിയിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ആത്മാവാണ് താൻ എന്ന ദൃഷ്ടിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ കടിക്കുന്ന തക്ഷകനും കടികൊള്ളുന്ന പരീക്ഷിത്തും ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ആത്മാവാണ് എന്ന് അങ്ങേക്ക് ബോധ്യം വരുന്നതാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിൽ അങ്ങ് പേടിക്കേണ്ട. അങ്ങ് ജീവനല്ല, അങ്ങ് ബ്രഹ്മമാണ് എന്ന് അനുഭവപ്പെടുന്നതോടുകൂടി ജീവൻ്റെ ദുഃഖങ്ങളെല്ലാം നശിക്കുന്നു. ബ്രഹ്മം ഞാനാകുന്നു എന്നുള്ള അനുഭവത്തോടു കൂടി അങ്ങക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നു. എല്ലാം നശിച്ച് അഹം ബ്രഹ്മ അഹം എന്ന് തിരിച്ചും പറഞ്ഞെന്ന് മാത്രമല്ല, എല്ലാം ഒന്ന് തന്നെ, എല്ലാം ബ്രഹ്മമയമായി തീർന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പരീക്ഷത്തെ 6 ദിവസം മുമ്പാണല്ലോ ഞാൻ അങ്ങയുടെ മുന്നിൽ വന്നത്. അന്ന് എന്നോട് ചോദിച്ചില്ലേ അങ്ങ്, ഈ മരിക്കുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്നങ്ങ് ചോദിക്കണ്ടേ? അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത് മാത്രമേ ഉള്ളൂ, അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തിൽ മനസ്സുറപ്പിച്ച് ശരീരം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അത് അന്ന് അങ്ങേക്ക് പറഞ്ഞു തന്നാൽ ഒരുപക്ഷെ അങ്ങേക്ക് മനസ്സിലാവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഥകളിൽ കൂടെയും പല പല തത്വങ്ങളൊക്കെ ഉപദേശിച്ചുകൊണ്ടും ഒക്കെ അങ്ങയെ ബോധവാനാക്കിയത്. അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തിൽ മനസ്സുറച്ചിരുന്നു കൊണ്ട് ശരീരം ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ അങ്ങേക്കിതാ പറഞ്ഞു തന്നു. കർമ്മവാസനകൾ നശിച്ചാലേ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കാൻ കഴിയുള്ളൂ. ഭക്തി കൊണ്ടാണ് കർമ്മവാസനകൾ നിശേഷം നശിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭക്തി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭഗവാന്റെ ലീലകളെ വിസ്തരിച്ച് പറഞ്ഞു തന്നത്. ഇനി അങ്ങേക്ക് എന്താണ് കേൾക്കേണ്ടത് എന്നാണ് ശ്രീ ശിവബ്രഹ്മർഷിയുടെ ചോദ്യം. ഏതത്തെ കഥിതം താത യഥാത്മാ പൃഷ്ടവാൻ നൃപ ഹരേർ വിശ്വാത്മനശ്ചേഷ്ടാം കിം ഭൂയ ശ്രോതുമിച്ഛസി. ഹേ രാജൻ, ആത്മാ വിശ്വാത്മന ഹരേ, ലോകസ്വരൂപനായിട്ടുള്ള ശ്രീഹരിയുടെ ചേഷ്ടാം, ആ ലീലകളെ യഥാപൃഷ്ടവാൻ, എങ്ങനെയാണ് അങ്ങ് ചോദിച്ചില്ലേ, എന്തൊക്കെയാണ് ഭഗവത് ലീലകളെ എന്നുള്ളതൊക്കെ ചോദിച്ചുവല്ലോ, അത് തേ കഥിതം, അങ്ങയോട് ഞാൻ പറഞ്ഞു തന്നു. ഭൂയ കിം ശ്രോതുമിച്ഛസി, ഇനി അങ്ങക്ക് എന്താണ് കേൾക്കേണ്ടത്? വിശ്വസ്വരൂപനെ വിളങ്ങുന്ന ശ്രീഹരിയുടെ യാതൊരു ലീലകളാണോ അങ്ങ് എന്നോട് ചോദിച്ചത്, അത് ഞാൻ അങ്ങയോട് പറഞ്ഞു തന്നു. ഇനി എന്താണ് അങ്ങേക്ക് കേൾക്കാൻ ആഗ്രഹം എന്ന് ചോദിച്ചുകൊണ്ടാണ് അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി എന്നുള്ളതാണ് ശ്രീ ശിവബ്രഹ്മർഷിയുടെ ഉപദേശം. ആ ഉപദേശം പരീക്ഷത്തിന് 7 ദിവസം കൊണ്ട് മനസ്സിലായി. പരീക്ഷത്തിൻ്റെ ശരീരത്തിലെ തക്ഷകൻ ദർശിച്ചുവെങ്കിലും പരീക്ഷത്തിന് നാശം ഉണ്ടായില്ല എന്നർത്ഥം. അതാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തർക്കും ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ആശയം ഉൾക്കൊള്ളാനും അതനുസരിച്ച് എല്ലാ വസ്തുക്കളെയും പരിഗണിക്കാനും, നമ്മൾ ആത്മാവാണെന്നുള്ള ധാരണയിൽ യാതൊരു പ്രപഞ്ച വികാരങ്ങൾക്കും അടിമപ്പെടാതെ അങ്ങനെ ആനന്ദത്തോടുകൂടി ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഭക്തിയോടുകൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഈ വാക്കുകൾ ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.